താർമിക് കപ്പിൾസിൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര എവിടേക്കാണെന്ന് അറിയാവോ? കൊല്ലത്തുള്ള ജടായുപാറയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. കൊല്ലം ചടയമംഗലത്തുള്ള എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ഒരു സ്പോട്ട് കാണണമെന്നും കേബിൾ കാറൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളത്. പക്ഷേ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത് വർക്കലയിൽ നിന്നായിരുന്നു. വർക്കലയിൽ നിന്ന് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ ചടയമംഗലത്തുള്ള ജടായു എറ്റ്സെറ്ററിലേക്ക് എത്താം. ഇനി ട്രിവാൻഡ്രത്ത് നിന്നാണെങ്കിൽ ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുക്കട്ടെ. 50 കിലോമീറ്റർ ഉണ്ട് മൊത്തം. ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയാട്ടോ പോയത്. ഇടയ്ക്ക് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനത്തെ കൊച്ചു വഴിയിലോട്ട് കയറിയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇനി ചോദിച്ചിട്ടൊക്കെ പോകാമെന്ന്. അറ്റ് ലാസ്റ്റ് ഞങ്ങളിത് ജഡായു എറ്റ്സെൻ്റെ ഫ്രണ്ടിൽ തന്നെ എത്തി. ഇവിടെ പാർക്കിംഗ് സെക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. കാറിനും ബൈക്കിനൊക്കെ സെപ്പറേറ്റ് ആണ്. അതുകൊണ്ട് വിനീതണ്ണും കുഞ്ഞിയും കൂടെ പാർക്കിംഗ് സെക്ഷനിലോട്ട് പോയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കുറച്ച് വീഡിയോസും ഇതിനെപ്പറ്റി കുറച്ചൊക്കെ ഒന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ടൈമിങ്സും എൻട്രി ഫീ എല്ലാം ഉണ്ട്. എൻട്രി ഫീ എന്ന് പറയുന്നത് ഇന്ത്യൻസിനാണെങ്കിൽ 400ഉം ഫോറിനേഴ്സിന് 600 റുപ്പീസ് ആട്ടോ. ഇവിടെ അഡ്വഞ്ചേഴ്സൊക്കെ ഉണ്ട്. അതിനും കൂടെ ചേർത്തിട്ടാണ് ഈ ഫീ വരുന്നത് 1000 മുകളിലോട്ടൊക്കെ ആവും. ഞങ്ങൾ കേബിൾ കാർ കേട്ടോ ചൂസ് ചെയ്തത്. കാരണം ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്ററേ ഉള്ളൂ കേബിൾ കാറിൽ. ഇനി കേബിൾ കാർ അല്ലാതെ തന്നെ ഇവിടെ ഒരു ട്രക്കിംഗ് പാതയൊക്കെ ഉണ്ട് കേട്ടോ. ഈ സാഹസിക പ്രേമികൾക്ക് പറ്റിയിട്ടുള്ളത് ഒരു ട്രക്കിംഗ് സ്പോട്ട് തന്നെയുണ്ട്. അതായത് ഏകദേശം 2 കിലോമീറ്ററേ ഉള്ളൂ. അതും അടിപൊളിയാണ്. അങ്ങനെ ടിക്കറ്റെല്ലാം എടുത്ത് ഞങ്ങളുടെ കേബിൾ കാറിൽ പോകുന്നവരെ ഓരോരോ സ്പോട്ട് പോലെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ സ്റ്റെപ്സൊക്കെ ഉണ്ട്, അത് കയറി ഇറങ്ങണം. പിന്നെ പ്ലാസ്റ്റിക് ഒന്നും അലൗഡ് അല്ല. ഞങ്ങളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കേബിൾ കാറിൽ. ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. പുറകിൽ കാണുന്നതാണ് ഹെലിപാഡ്. സത്യം പറയല്ലോ, ഈ കേബിൾ കാറിലുള്ള ഒരു എക്സ്പീരിയൻസ് എന്നുള്ളത് കുറച്ച് അടിപൊളിയാട്ടോ. കുറച്ച് എന്താ പറയുക, കുറച്ച് പേടി തോന്നും, പക്ഷേ ഒരു അടിപൊളിയാണ്. ഞാനും കുഞ്ഞിയൊക്കെ കുറച്ച് ടെൻഷനായിരുന്നു കേട്ടോ. ഇത് ഇങ്ങനെ സ്ലോയിൽ പോകുമ്പോൾ ഇതിപ്പോൾ താഴോട്ട് വീഴുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഹെലിപാഡിൻ്റെ അവിടെ എത്തിയപ്പോൾ കുറച്ച് നേരം നിർത്തി കേട്ടോ. അത് നമുക്ക് കുറച്ച് ആ ഹെലിപാഡൊക്കെ കാണാനും ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു. അതെൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചൊക്കെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ കയറ്റം കയറുന്നോറും കുറച്ച് സ്ലോ ആട്ടോ. പക്ഷേ എനിക്ക് ഇതിൽ നിന്ന് എങ്ങനെ ഇറങ്ങുമെന്നുള്ള ടെൻഷനായിരുന്നു എനിക്ക്. ഞാൻ ഇതിനകത്തൊക്കെ നോക്കുന്നുണ്ട് ഇറങ്ങാനുള്ള വേറെ വല്ല വഴിയുണ്ടോ എന്നൊക്കെ ഉള്ളത്. കുറച്ച് പേടിയായിരുന്നു കേട്ടോ. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഒരിക്കലെങ്കിലും ലൈഫിൽ കേബിൾ കാർ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. സത്യം തന്നെയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഭൂമിയിലെ ഏറ്റവും വലുതും സുന്ദരമായിട്ടുള്ളൊരു കിനാവിന് മുമ്പിൽ തന്നെയാണ്. അത് ഇവിടെ വന്നാൽ മാത്രമേ നമുക്ക് കാണാനും കഴിയത്തുള്ളൂ. രാമായണത്തിലെ ഇതിഹാസ പക്ഷിയായ നമ്മുടെ ജടായുവിന് വേണ്ടി സമർപ്പിച്ച ഒരു തീം പാർക്ക്. ചടയമംഗലത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പക്ഷി പ്രതിമ. ഈ കുന്നിൻപുറത്തെ പാറക്കെട്ടുകൾ അതേപടി നിലനിർത്തി നമ്മുടെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ വിധത്തിൽ രാജീവ് അഞ്ചലാണ് ഈ ഒരു തീം പാർക്കിനെ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. 12 വർഷം എടുത്തു കേട്ടോ. 750 ഉയരത്തിൽ ഈ കാഴ്ചയുടെ ഈ ഒരു മായിക ലോകം പൂർത്തിയാക്കാൻ. 65 ഏക്കറിലാണ് ഈ ഒരു പാർക്ക് വരുന്നത് തന്നെ. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഈ ജടായുപാറൻ്റെ താഴെ ഓരോരോ പാറക്കെട്ടുകളിൽ ഇതേപോലെ കുറേ പേര് പരാതി പറയുന്നത് കേട്ടോ. കുറച്ച് കുരങ്ങുകൾ ആരൊക്കെയോ ഇങ്ങനെ ആക്രമിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടാണ് നിന്നത്. അവിടെ അധികവും കുരങ്ങുകളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്കിവിടെ ഒരു ടെമ്പിൾ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയ സമയത്ത് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. 200 അടി നീളവും 150 അടി വീതിയും 75 അടി ഉയരവും ഉണ്ട് കേട്ടോ. ഈ മീഡിയം കോൺക്രീറ്റ് ശില്പത്തിനുള്ളിൽ തന്നെ ഉപയോഗപ്രദമായ സ്ഥല സൗകര്യം ഉണ്ടെന്നാണ് പറയുന്നത്. പ്ലാസ്റ്റിക് ഒന്നും അലൗഡ് അല്ല എന്ന് പറഞ്ഞിരുന്നില്ല. അതേപോലെ തന്നെ ഫുഡും അലൗഡ് അല്ല. ഇതിൻ്റെ മുകളിൽ തന്നെ അവർ ചെറിയൊരു ഷോപ്പ് പോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ സ്നാക്സും ടീയും ലൈമും അങ്ങനത്തെ ചെറിയൊരു ഷോപ്പ് പോലെ ഇട്ടിട്ടുണ്ട്. ജടായുപാറ കാണാൻ വരുന്നവർക്ക് ഈ ഒരു ശില്പത്തിൻ്റെ ഭംഗി മാത്രമല്ല കാണാനുള്ളത്, ഇതിലും കുറേയേറെ ആക്ടിവിറ്റീസ് ഇതിനുള്ളിൽ തന്നെയുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് സമയമുള്ളതുകൊണ്ട് മാത്രം ഞങ്ങൾ ഈ ഒരു ശില്പത്തിൻ്റെ ഭംഗി കണ്ടിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ നമുക്ക് ഇവിടെ കേബിൾ കാറിൽ വന്നതുപോലെ തന്നെ തിരിച്ചു പോകാനും പറ്റും കേട്ടോ. നമ്മുടെ ആ ടിക്കറ്റ് കളയാതിരുന്ന ആ ടിക്കറ്റ് കാണിച്ച് നമുക്ക് തിരിച്ച് താഴെ പോകാനും കഴിയും. എവിടെയോ കളഞ്ഞു പോയൊരു പീസ് തിരിച്ച് കിട്ടിയതുപോലെ ആയിരുന്നു കേട്ടോ എനിക്കിവിടെ വന്നപ്പോൾ. ആ ഒരു ക്ലൈമറ്റ് ആയാലും വ്യൂ ആയാലും എല്ലാം കൊണ്ടും ലൈഫിൽ ഒരിക്കലെങ്കിലും ഈ ഒരു പ്ലേസ് നിങ്ങൾ വിസിറ്റ് ചെയ്യണം കേട്ടോ.
അങ്ങനെ ജടായുപ്പാറയിലെ വിശേഷങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീണ്ടും കേബിൾ കാറിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ക്യൂവിൽ നിൽക്കുക കേട്ടോ. നമ്മൾ കൊണ്ടുവന്ന ടിക്കറ്റ് തിരിച്ച് കാണിച്ചാൽ മാത്രമേ നമുക്ക് തിരിച്ചും റിട്ടേൺ പോകാൻ പറ്റത്തുള്ളൂ. സത്യം പറയല്ല, ഈ ഭൂമിയുടെ മടിത്തട്ടിൽ നിന്ന് ആ ഒരു പ്രകൃതിയുടെ സൗന്ദര്യം എല്ലാം കണ്ട് കഴിഞ്ഞ് പോകുന്നൊരു ഫീലായിരുന്നു. ആദ്യം ഞങ്ങൾ വന്ന സമയത്ത് അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ തിരിച്ചു പോകാൻ വേണ്ടി കുറച്ച് തിരക്കുണ്ടായിരുന്നു. ആദ്യം വന്ന ഇതിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ തിരിച്ചു പോകാൻ വേണ്ടി ഞങ്ങളെ കൂടെ ഒരു ഫാമിലി കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ജടായുപ്പാറയിലെ വിശേഷങ്ങൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.